ഹലോ കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് റിവിഷൻ. ഫസ്റ്റ് പ്രോബ്ലം, ഡ്രോ ദ പാരലലോഗ്രാം ബിലോ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. ചിത്രത്തിലെ പാരലലോഗ്രാം തന്നിരിക്കുന്ന അളവുകളിൽ വരയ്ക്കുക. അതിലെ മറ്റു 3 കോണുകൾ കണക്കാക്കുക. ഇപ്പോൾ ആ ഫിഗർ വരയ്ക്കാനായിട്ട് ആദ്യം എ ബി എന്നൊരു ലൈൻ വരയ്ക്കുക 6 സെൻറ്റിമീറ്റർ നീളത്തിൽ. അതിനുശേഷം പ്രൊട്രാക്ടറിൻ്റെ മിഡ് പോയിൻറ്റ് നമുക്ക് എയുടെ വയ്ക്കുക. എന്നിട്ട് പ്രൊട്രാക്ടറിൻ്റെ ബേസ് എ ബി എന്ന ലൈനിൻ്റെ പുറത്ത് വയ്ക്കുക. അതിനുശേഷം ബിയിൽ നിന്നും നമുക്ക് 50 ഡിഗ്രി വരെ എണ്ണി അടയാളപ്പെടുത്താം. 0, 10, 20, 30, 40, 50. 50യിൽ നമുക്കൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എയിൽ നിന്നും നമ്മളിപ്പോൾ ഇട്ട ഡോട്ടിലേക്ക് നീട്ടി ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി എയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ നീളത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ 4 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് സി എന്ന് പേരിടാം. അതിനുശേഷം എ ബിക്ക് പാരലലായിട്ട് സിയിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കണം. അതിന് സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് എ ബിയിൽ വയ്ക്കുക. മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ നമുക്ക് സ്കെയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ സെറ്റ് സ്ക്വയർ മെല്ലെ ഉയർത്തി സി എന്ന പോയിന്റ് എത്തുമ്പോൾ നിർത്താം. എന്നിട്ട് ഇത് നീട്ടി വരച്ചു കൊടുക്കാം. അതുപോലെ എ സിക്ക് പാരലായിട്ട് ബിയിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ അതിന് സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് നമുക്ക് എ സിയിൽ വെച്ച് കൊടുക്കാം. മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ സ്കെയിലും വെച്ച് കൊടുക്കാം. ഇനി ഇത് മെല്ലെ ഉയർത്തി ബി എന്ന പോയിന്റിലെത്തുമ്പോൾ നിർത്തി കൊടുക്കാം. ഇനി ഇത് നീട്ടി വരയ്ക്കണം. കണ്ടില്ലേ, ഈ ജോയിൻ ചെയ്യുന്ന ഇവിടെ ഡി എന്ന് അടയാളപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെയാണ് പാരലലോഗ്രാം നമ്മൾ വരച്ചത്. ഇനി ഇതിൻ്റെ ആംഗിൾസ് എല്ലാം ഇപ്പോൾ നമുക്കിവിടെ 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇനി മറ്റ് ആംഗിൾസ് എല്ലാം നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ആംഗിൾ എ 50 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ സി എത്രയായിരിക്കും? ഇപ്പോൾ ഇതൊരു പാരലലോഗ്രാം എ ബി സി ഡി എന്ന പാരലൽ ലൈൻസിനെ എ സി കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പാരലലോഗ്രാമിലെ ഈ ആംഗിൾസ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതായത് ആംഗിൾ എ 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എത്രയായിരിക്കും? 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി. അപ്പോൾ 130 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അതുപോലെ ആംഗിൾ എ 50 ഡിഗ്രി ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ സി 130 കിട്ടിയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ബിയും എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് എഴുതാം. ആംഗിൾ എ 50 ഡിഗ്രി, ആംഗിൾ സി 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി 130 ഡിഗ്രി. ആംഗിൾ ഡി 50 ഡിഗ്രി, ആംഗിൾ ബി 130 ഡിഗ്രി. അപ്പോൾ ഇതൊരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ അടുത്തടുത്തുള്ള ആംഗിൾസ് എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ്. അതായത് ഒരു ആംഗിൾ തന്നിരുന്നാൽ 180യിൽ നിന്നും നമ്മൾ അത് മൈനസ് ചെയ്താൽ നമുക്ക് അടുത്ത ആംഗിൾ കിട്ടും. ആ 2 ആംഗിളും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ചുവടെയുള്ളവ കണക്കാക്കുക. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2/3 of 16. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആൻസർ എഴുതാമെന്ന്?
2/3 of 16 equal 2/3 into 16. ആ മുകളിലുള്ള 2ഉം 16ഉം മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 2 into 16 divided by 3. 2ഉം 16ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 32. 32/3. 32വിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോഷ്യൻറ്റ് മുകളിൽ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അത് സൈഡിൽ എഴുതണം. പിന്നെ റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന 2വിനെ മുകളിൽ എഴുതുക. നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് താഴെ എഴുതുക. ഓക്കെ, അപ്പോൾ 10 2/3. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ 4/7 ഓഫ് 25 ഈക്വൽ 4/7 ഇൻറ്റു 25. 4ഉം 25ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 7. അപ്പം 4ഉം 25ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 100. 100 ഡിവൈഡഡ് ബൈ 7. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 14 2/7. ഓക്കെ, തേർഡ് വൺ 2/7 ഓഫ് 1/4 ഈക്വൽ 2/7 ഇൻറ്റു 1/4. മുകളിലുള്ള 2ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ താഴെ 7 ഇൻറ്റു 4. അപ്പോൾ 1 2 ഈസ് 2. താഴെ 7 4s are 28. അപ്പോൾ 2വിന് നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിപ്പോകും അല്ലേ. 2വിൻ്റെ ടേബിളിൽ 2ഉം 28ഉം വരും. അപ്പോൾ 1 2 ഈസ് 2. 2വിനെ വെട്ടിയിട്ട് 1 എഴുതാം. 28 2വിൻ്റെ ടേബിളിൽ എത്ര പ്രാവശ്യം നമുക്കറിയില്ലെങ്കിൽ 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ 14 എന്ന് കിട്ടും. അപ്പോൾ 14 താഴെ എഴുതണം. അപ്പോൾ ആൻസർ എത്രയാണ്? 1/14. അടുത്ത പ്രോബ്ലം 1/2 ഇൻറ്റു 6 2/3 ഈക്വൽ. ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. അപ്പോൾ 1/2 എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 1ഉം താഴെയുള്ള 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 2 2, മുകളിലുള്ള 1 ആഡ് ചെയ്യുക. അപ്പോൾ 3/2 ഇൻറ്റു 6 2/3നെ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതാം? 6 ഇൻറ്റു 3 എത്രയാണ്? 18. 18 പ്ലസ് മുകളിലുള്ള 2നെ ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. അപ്പോൾ 20/3. അപ്പോൾ നോക്കൂ, നമുക്കിവിടെ വെച്ച് തന്നെ വെട്ടി ചെയ്യാം. മുകളിലുള്ള 3യും താഴെയുള്ള 3യും വെട്ടിപ്പോകും. അല്ലെങ്കിൽ ഇതിലെ പോലെ ചെയ്യാം. 3 ഇൻറ്റു 20 താഴെ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3. അപ്പോൾ 3 ഇൻറ്റു 20 എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ താഴെ 6. അപ്പോൾ 60യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആൻസർ 10. നെക്സ്റ്റ് പ്രോബ്ലം 2 3/4 ഇൻറ്റു 5/8. അത് 2 3/4 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ 2ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 8 മുകളിലുള്ള 3 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ 11/4 ഇൻറ്റു 5/8. 11 ഇൻറ്റു 5 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ 4 ഇൻറ്റു 8. 11 5s are 55. താഴെ എത്രയാണ്? 8 4s are 32. അപ്പോൾ 32 കൊണ്ട് 55നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 123 ഡിവൈഡഡ് ബൈ 32. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 4/7 ഓഫ് 3/5 ഈക്വൽ 4/7 ഇൻറ്റു 3/5. അപ്പോൾ മുകളിൽ 4ഉം 3യും ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 3 താഴെ ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 5. 4 3s are 12. താഴെ 7 5s are 35. അപ്പോൾ ഇതാണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ which one of the following measures can be the sides of a triangle? ഇവിടെ 4 സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. അതിനു മുമ്പ് മലയാളത്തിൽ കൂടി വായിക്കാം. തന്നിരിക്കുന്നവയിൽ ത്രികോണത്തിൻ്റെ വശങ്ങളായി വരുന്നത് ഏതെല്ലാം? ആദ്യത്തെ ക്വസ്റ്റ്യൻ 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ പാഠത്തിൽ. എന്താണ്? ഒരു 2 ചെറിയ വശങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ വലിയ വശത്തെക്കാട്ടിലും കൂടുതൽ കിട്ടിയാൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കും. ചെറുതാണ് അല്ലെങ്കിൽ ആ വലിയ വശത്തിൻ്റെ അതേ സെയിം അളവാണ് കിട്ടിയെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കില്ല. അപ്പം നമുക്ക് നോക്കാം. ഇതിൽ ചെറിയ സൈഡ്സ് ഏതൊക്കെയാണ്? 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും. അത് ആഡ് ചെയ്ത് നോക്കാം. 3 + 4 7 സെൻറ്റിമീറ്റർ. അപ്പോൾ വലിയ വശവും 7 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ സെയിം ആണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. തേർഡ് സൈഡിനെക്കാട്ടിലും വലുതല്ല. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡ്രോ എ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയില്ല.
നെക്സ്റ്റ് നോക്കൂ 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ 14 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ ചെറിയ സൈഡ്സ് ഏതൊക്കെയാണ്? 6ഉം 7ഉം. അപ്പോൾ അത് ആഡ് ചെയ്ത് നോക്കാം. 6 + 7 13 സെൻറ്റിമീറ്റർ കിട്ടും അല്ലേ? 13. അപ്പോൾ വലിയത് എത്രയാണ്? 14 ആണ്. അപ്പോൾ 14നേക്കാട്ടിലും ചെറുതല്ലേ 13? അപ്പോൾ എന്ത് എഴുതാം? വരയ്ക്കാൻ പറ്റില്ല അല്ലേ ട്രയാങ്കിൾ? ഇറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. തേർഡ് സൈഡിനെക്കാട്ടിലും ചെറുതാണ്, വലുതല്ല. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡ്രോ എ ട്രയാങ്കിൾ. തേർഡ് നോക്കിക്കേ, 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. ഇവിടെ ചെറിയ വശങ്ങൾ ഏതാണ്? 4ഉം 5ഉം. 4ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9. അപ്പോൾ 9 10നേക്കാട്ടിലും ചെറുതാണ് അല്ലേ? വലിയ വശം ഇവിടെ 10 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 10നേക്കാട്ടിലും ചെറുതാണ്. അപ്പം നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡ്രോ എ ട്രയാങ്കിൾ. അടുത്ത ലാസ്റ്റ് നോക്കൂ, 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ. ഇവിടെ ചെറിയ സൈഡ്സ് ഏതൊക്കെയാണ്? 4ഉം 5ഉം. 4 + 5 9. വലിയ വശം 8 ആണ്. അപ്പോൾ 8നേക്കാട്ടിലും വലിയ ആൻസറാണ് നമുക്ക് കിട്ടിയത്, 9. അപ്പോൾ നമുക്കിത് ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കും. എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡ്രോ എ ട്രയാങ്കിൾ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റെസിപ്രോക്കൽ ഓഫ് 3/7. എന്ത് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തിരിച്ചിടുക അല്ലേ? അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് 3/7 = 7/3. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.